ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. തീത്തോസിന്റെ ലേഖനം 2:11-12 തിരുവചനങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും എന്ന് വെച്ചാൽ ദൈവമില്ലെങ്കിലും ജീവിക്കാമെന്ന തീരുമാനം, ലൗകിക മോഹങ്ങൾ ഇവ ഉപേക്ഷിക്കാനും ജീവിതം ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ഒരു ജീവിതം നയിക്കുവാനും കൃപ നമ്മളെ പരിശീലിപ്പിക്കും. മറ്റുള്ളവരെ വഞ്ചിച്ചും പറ്റിച്ചും ജീവിക്കുന്നവരുടെ ഇടയിൽ നീതിനിഷ്ഠയോടെ ജീവിക്കാൻ പറ്റുന്നതാണ് കൃപ. 1 കൊരിന്തോസ് 12:6 എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം തീരുമാനങ്ങൾ ഹൃദയത്തിൽ തരും. പള്ളിയിൽ പോകണമെന്നും വചനം വായിക്കണമെന്നും കുമ്പസാരിക്കണമെന്നും ഇങ്ങനെ ദൈവം പ്രചോദിപ്പിക്കുമ്പോൾ നമ്മൾ അത് അനുസരിക്കണം. അപ്പോഴാണ് കൃപ വളരുന്നത്. ആരും ജനിക്കുമ്പോൾ തന്നെ കൃപയിലല്ല. യേശുതമ്പുരാൻ മാത്രമേ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചിട്ടുള്ളൂ. നമുക്കൊക്കെ മാമോദിസ വഴിയാണല്ലോ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം. അതിന് കൃപയുണ്ടെങ്കിലേ സാധിക്കൂ. ചിലർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മറ്റു ചിലർ പള്ളിയിൽ കയറുമ്പോഴേ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കാണാം. അതൊരു കൃപയാണ്. അതിനാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കൃപയാൽ പൊതിയപ്പെടണം നമ്മൾ. പ്രകാശം അണഞ്ഞാൽ ഇരുട്ട് വ്യാപിക്കുന്നത് പോലെ കൃപ കുറഞ്ഞാൽ പാപം വർദ്ധിക്കും. പാപിക്ക് പ്രചോദനം ഇണങ്ങുന്നില്ല. ദൈവത്തിന്റെ പ്രചോദനം ഉൾക്കൊള്ളുമ്പോൾ കൃപ വളരും. മിക്ക പ്രവാചകന്റെ പുസ്തകം 7:8 പറയും, എന്റെ ശത്രുക്കളെ, എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എന്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും നീതി നടത്തി തരികയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിന്റെ രോഷം സഹിക്കും. ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയി. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഇതുപോലെയൊക്കെ പറയണമെങ്കിൽ കൃപയിൽ നിറയണം. ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. നമ്മൾ കരുതും എല്ലാം നടക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന്. അല്ല, ദൈവകൃപയാണ് എല്ലാം നടത്തുന്നതും നയിക്കുന്നതും തീരുമാനമെടുക്കുന്നതും. ജീവിതം അനുഗ്രഹമാകുന്നതിനും കൃപ വേണം. 2 കൊരിന്തോസ് 4:15 കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. ഗലാത്യർ 1:15 പറയുന്നു, ഞാൻ മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തന്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്കും പറയാൻ തക്ക വിധം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.